വർഷം 1957. ജപ്പാനിൽ ഒരു കൂട്ടം ഗവേഷകർ ഒരു മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1969 ആയപ്പോഴേക്കും ഇതൊരു ചരിത്രമായി അവതരിച്ചു. 1989 ഇതിനൊരു വട്ടപ്പേര് കൂടി ലഭിച്ചു, ദ ഗോഡ്സില. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്കേവർക്കും അറിയാവുന്നതുപോലെ നിസാൻ എന്ന കാർ ബ്രാൻഡിനെ ലോക ജനത ഹൃദയത്തിലേറ്റാൻ കാരണക്കാരനായ ആ മസിൽമാനെ കുറിച്ചാണ്. 1995 R33 റിലീസ് ചെയ്തു. ഇതിൽ വലിയ ബോഡിയും കൂടുതൽ സ്റ്റെബിലിറ്റിയും നൽകി. അതുമൂലം പല ലാപ് ടൈമുകളും ക്രാക്ക് ചെയ്ത് സ്വന്തം പേരിലേക്ക് മാറ്റി. 1999 പുറത്തിറങ്ങിയ R34 ഐക്കോണിക് ഡിസൈനും പല അഡ്വാൻസ് ഫീച്ചറുകളും കുത്തിനിറച്ചു. അങ്ങനെ ഒരു തലമുറയുടെ ഡ്രീം കാറായി മാറി. വർഷങ്ങൾ ഒത്തിരി മുന്നോട്ട് നീങ്ങി 2007 R35 എന്ന പുതിയ താരോദയം. ഇതൊരു 3.8 ലിറ്റർ V6 ടിൻ ടർബോ ഡുവൽ ക്ലച്ച് വാഹനമായിരുന്നു. മാത്രവുമല്ല, ഇവനൊരു സൂപ്പർ കാർ കില്ലർ പെർഫോമൻസറും ആയിരുന്നു. അന്ന് നിരത്തിലുണ്ടായിരുന്ന ഫെറാറി, ലാംബോർഗിനിയൊക്കെ നിഷ്പ്രയാസം പിന്നിലാക്കാൻ കെൽപ്പുള്ളവയായിരുന്നു R35. R35ന്റെ ഹൃദയം കംപ്ലീറ്റ്ലി ഹാൻഡ് ബിൽഡായിരുന്നു. ഓരോ എഞ്ചിനും ജപ്പാനിലെ യൊക്കോഹമ നിസാൻ പ്ലാന്റിൽ മാത്രം അസംബിൾ ചെയ്യപ്പെട്ടവയായിരുന്നു. സ്പെഷ്യൽ മാസ്റ്റേഴ്സായ ടക്കുമി എഞ്ചിനീയേഴ്സ് ആണ് സ്വന്തം കൈകളാൽ ഈ ഹൃദയം കടഞ്ഞെടുത്തത്. ഹാൻഡ് ബിൽഡ് ആയതുകൊണ്ട് തന്നെ എഞ്ചിൻ പെർഫോമൻസിലും റിലയബിലിറ്റിയിലും കോൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തു. ഓരോ എഞ്ചിനും നിരത്തിലിറങ്ങിയത് തനിക്ക് ജന്മം നൽകിയ ടക്കുമിയുടെ പേരോടുകൂടിയായിരുന്നു. എന്നിരുന്നാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ നിസാന്റെ R35 മിഡ് നൈറ്റ് പർപ്പിൾ എന്ന വാഹനം ഓരോ വണ്ടിഭ്രാന്തന്റെയും ഹൃദയം തകർത്താണ് നിരത്തിലിറങ്ങിയത്. R35 ലൈനപ്പ് അസ്തമിച്ചിരിക്കുന്നു. എമിഷൻ നിയന്ത്രണങ്ങൾ ശക്തമായ പശ്ചാത്തലത്തിൽ നിസാന്റെ മുന്നിൽ 2 വഴികൾ മാത്രം. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങി പുനർനിർമ്മിക്കണോ, അതോ ഗോഡ്സില്ലയെ അതിൻ്റെ മഹത്വത്തോടെ വിശ്രമജീവിതത്തിന് വിടണോ? അവർ രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത്. എന്നിരുന്നാലും തീരുമാനം വളരെ മികച്ചതായി തോന്നി. കാരണം ലെജൻഡുകൾ എല്ലാ കാലവും ജീവിച്ചിരിക്കണം എന്നില്ല. ഗോഡ്സില്ല എന്ന പേരിന് ലവലേശം മങ്ങലേൽക്കാതിരിക്കാനും ഇത് തന്നെയാണ് ഉചിതം എന്ന് തോന്നി. നിസാന്റെ GTR ലൈനപ്പിലെ പുതിയ ഹൈബ്രിഡിനായി നമുക്ക് കാത്തിരിക്കാം. അതെ, ഇതങ്ങനെ വണ്ടിഭ്രാന്തന്മാരുടെ മനസ്സുകളെക്കാൾ ഉപരി ചരിത്രത്തിലും ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു.